This video is sponsored by Moat. 1937 സി. ചിദംബരം ചെട്ടിയാർ വിദേശ ബാങ്കിംഗ്, വിദേശ വിനിമയ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സ്ഥാപിച്ചു. മദ്രാസ്, കാരൈക്കുടി, റങ്കൂൺ, യാങ്കോൺ എന്നിവിടങ്ങളിൽ ഓരോന്ന് വീതം 3 ശാഖകളിൽ ഔബി ഒരേ സമയം ആരംഭിച്ചു. പെനാങ്ങിലും ക്വാലാലംപൂരിലും 1937 അല്ലെങ്കിൽ 1938 ഒരു ശാഖയും സിംഗപ്പൂരിലും 1937 അല്ലെങ്കിൽ 1941 ഒരു ശാഖയും ഇത് വേഗത്തിൽ തുറന്നു. തമിഴ്നാട് സംസ്ഥാനത്തെ ചെട്ടിനാട്ടിൽ നിന്ന് സിലോൺ, ശ്രീലങ്ക, ബർമ്മ, മ്യാൻമർ, മലയ, സിംഗപ്പൂർ, ജാവ, സുമാത്ര, സൈഗോൺ എന്നിവിടങ്ങളിലേക്ക് അക്കാലത്ത് വ്യാപിച്ചുകിടന്ന ഒരു വ്യാപാര വിഭാഗമായ നാട്ടുകൊട്ടൈ ചെട്ടിയാർമാരെ ബാങ്ക് സേവിച്ചു. തൽഫലമായി തുടക്കം മുതൽ ഔബി വിദേശ വിനിമയത്തിലും വിദേശ ബാങ്കിങ്ങിലും വൈദഗ്ധ്യം നേടിയിരുന്നു. താഴെ കാണുക. യുദ്ധം കാരണം റങ്കൂണിലും പെനാങ്ങിലും സിംഗപ്പൂരിലും ഔബിയുടെ ശാഖകൾ നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും സിംഗപ്പൂരിലെ ശാഖ 1942 ജാപ്പനീസ് മേൽനോട്ടത്തിൽ പ്രവർത്തനം പുനരാരംഭിച്ചു. 1945 1946 ഔബി കൊളംബോയിൽ ഒരു ശാഖ തുറന്നു. 1947 ഔബി ബാങ്കോക്കിൽ ഒരു ശാഖ തുറന്നു. തുടർന്ന് ഔബി ഇപ്പോ ക്ലാങ്, മലാക്ക എന്നിവിടങ്ങളിൽ ഓരോ ശാഖ കൂടി കൂട്ടിച്ചേർത്തു. എല്ലാം മലയിലാണ്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം 1955 ഔബി ഹോങ്കോങ്ങിൽ ആദ്യത്തെ ശാഖ തുറന്നു. മറ്റുള്ളവയും തുടർന്നു. 1963 ബർമയിലെ വിപ്ലവകരമായ സർക്കാർ റങ്കൂൺ, മണ്ഡലെ, മൗൾമെയിൻ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ശാഖകൾ ദേശസാൽക്കരിച്ചു. അത് പീപ്പിൾസ് ബാങ്ക് നമ്പർ 4 ആയി മാറി. 1960കളിൽ ദുർബലമായ സ്വകാര്യ മേഖലാ ബാങ്കുകളെ ശക്തമായവയുമായി ലയിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖല ഏകീകരിക്കുകയായിരുന്നു. കോയമ്പത്തൂർ സ്റ്റാൻഡേർഡ് ബാങ്ക് (ഡംബ്). 1963 മദ്രാസിൽ ഒരു ശാഖ, നഞ്ചിനാട് ബാങ്ക് അല്ലെങ്കിൽ നഞ്ചിനാട് ബാങ്ക്, കോയമ്പത്തൂർ വസുന്ധര ബാങ്ക് അല്ലെങ്കിൽ കോയമ്പത്തൂർ വസുന്ധര ബാങ്ക്. 1924 ജൂൺ ഹെഡ് ഓഫീസും 3 ശാഖകളും, ഡംബ്. 1964 കുളിത്തലൈ ബാങ്ക്, 1933 1964 6 ശാഖകൾ, ശ്രീനിവാസ് പെരുമാൾ ബാങ്ക്. 1935 നവംബർ 1966 ശ്രീ ലോർഡ് വെങ്കിടേശ്വര ബാങ്ക്. 1931 ജൂൺ സേലം ശിവപേട്ട് ശ്രീ വെങ്കിടേശ്വര ബാങ്ക്, ഡംബ്. 1967 തമിഴ്നാട്ടിലെ സേലത്ത് 2 ശാഖകൾ എന്നിങ്ങനെ നിരവധി പ്രാദേശിക ബാങ്കുകളെ ഹെറ്റ് ഏറ്റെടുത്തു. തുടർന്ന് 1969 ഇന്ത്യാ ഗവൺമെന്റ് എലെ ദേശസാൽക്കരിച്ചു. ഒരു ഘട്ടത്തിൽ ഒരുപക്ഷേ ദേശസാൽക്കരണത്തിനു മുമ്പ് ഔബിയുടെ 80 ശാഖകളിൽ 20 വിദേശങ്ങളായിരുന്നു. എന്നിരുന്നാലും മലേഷ്യൻ നിയമം മലേഷ്യയിലെ ബാങ്കുകളുടെ വിദേശ സർക്കാർ ഉടമസ്ഥാവകാശം വിലക്കി. ദേശസാൽക്കരണത്തിനുശേഷം എല്ലാ ദേശസാൽക്കരിച്ച ബാങ്കുകളെയും പോലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ഗ്രാമീണ ഇന്ത്യയിൽ ശാഖകൾ തുറക്കുന്നതിന് ഊന്നൽ നൽകി അകത്തേക്ക് തിരിഞ്ഞു. 1973 ഔബി, ഇന്ത്യൻ ബാങ്ക്, യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് എന്നിവ മലേഷ്യയിൽ യുണൈറ്റഡ് ഏഷ്യൻ ബാങ്ക് ബെർഹാത്ത് സ്ഥാപിച്ചു. ഇന്ത്യൻ ബാങ്ക് 1941 മുതൽ മലേഷ്യയിലും യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് 1948 മുതൽ അവിടെയും പ്രവർത്തിച്ചിരുന്നു. വിദേശ സർക്കാർ ബാങ്കുകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് വിലക്കുന്ന മലേഷ്യയിലെ ബാങ്കിംഗ് നിയമം പാലിക്കുന്നതിനായി ബാങ്കുകൾ യുണൈറ്റഡ് ഏഷ്യൻ സ്ഥാപിച്ചു. ഓരോന്നും പുതിയ സംയുക്ത സംരംഭ ബാങ്കിലേക്ക് മലേഷ്യയിലെ അവരുടെ പ്രവർത്തനങ്ങൾ സംഭാവന ചെയ്തു. 3 മാതൃബാങ്കുകളിൽ ഓരോന്നിനും 1/3 ഓഹരികൾ ഉണ്ടായിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ ബാങ്കിന് 3 ശാഖകളുണ്ടായിരുന്നു. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനും യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്കിനും ഇടയിൽ 8 ശാഖകളുണ്ടായിരുന്നു. കൂടാതെ ഔബിയും 6 ഇന്ത്യൻ സ്വകാര്യ ബാങ്കുകളും ഔബിയുടെ ബാങ്കോക്ക് ശാഖ ഏറ്റെടുക്കുന്നതിനായി ചെന്നൈ ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ ബാങ്കായി ഭാരത് ഓവർസീസ് ബാങ്ക് സ്ഥാപിച്ചു. 1977 ഔബി സിയോളിൽ ഒരു ശാഖ തുറന്നു. ഹോങ്കോങ്ങിലെ കൗലൂണിലുള്ള സിംഷാ സൂയിലും ഇത് ഒരു ശാഖ തുറന്നു. 2 വർഷത്തിനുശേഷം ശ്രീലങ്കയിലെ കൊളംബോയിൽ ഔബി ഒരു വിദേശ കറൻസി ബാങ്കിംഗ് യൂണിറ്റ് തുറന്നു. 1983 തമിഴ് വിരുദ്ധ കലാപത്തിന്റെ രൂപത്തിലുള്ള വംശീയ വിഭാഗീയ അക്രമം കൊളംബോയിലെ ഔബിയുടെ ശാഖ കത്തിച്ചുകളയുന്നതിൽ കലാശിച്ചു. സിംഹള ജനതയുമായി കൂടുതൽ ബന്ധം പുലർത്തിയിരുന്ന ഇന്ത്യൻ ബാങ്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 1988-89 ഔബി ഒരു രക്ഷാപ്രവർത്തനമെന്ന നിലയിൽ ബാങ്ക് ഓഫ് തമിഴ്നാടിനെയും അതിന്റെ 99 ശാഖകളെയും ഏറ്റെടുത്തു. 1903 തിരുനെൽവേലിയിൽ സൗത്ത് ഇന്ത്യ ബാങ്ക് എന്ന പേരിൽ ബാങ്ക് ഓഫ് തമിഴ്നാട് അല്ലെങ്കിൽ ബാങ്ക് ഓഫ് തമിഴ്നാട് സ്ഥാപിതമായി.
1992 മലേഷ്യൻ ബാങ്കായ ബാങ്ക് ഓഫ് കൊമേഴ്സ് BOC യുണൈറ്റഡ് ഏഷ്യൻ ബാങ്ക് UAB ഏറ്റെടുത്തു. 2000 ഔബി ഒരു പ്രാരംഭ പബ്ലിക് ഓഫറിംഗിൽ അബിയോ ഏർപ്പെട്ടു. ഇത് ബാങ്കിന്റെ ഇക്വിറ്റിയിൽ സർക്കാരിന്റെ വിഹിതം 75% ആയി കുറച്ചു. 2001 ഔബി മുംബൈ ആസ്ഥാനമായുള്ള ആദർശ ജനത് സഹകാരി ബാങ്കിനെ ഏറ്റെടുത്തു. അത് മുംബൈയിൽ ഒരു ശാഖ നൽകി. തുടർന്ന് 2009 ഔബി 1969 സ്ഥാപിതമായതും പൂനെയിൽ ആസ്ഥാനമുള്ളതുമായ ശ്രീ സുവർണ സഹകാരി ബാങ്ക് ഏറ്റെടുത്തു. ശ്രീ സുവർണ സഹകാരി ബാങ്ക് 2006 മുതൽ ഭരണത്തിലുണ്ടായിരുന്നു. പൂനെയിൽ 9 ശാഖകളും മുംബൈയിൽ 2 ശാഖകളും ഷിർപൂരിൽ 1 ശാഖകളും ഉണ്ടായിരുന്നു. ആകെ ജീവനക്കാരുടെ എണ്ണം 100-ൽ താഴെയാണെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. 2003 ഓഗസ്റ്റ് 29 ശ്രീലങ്കയിലെ ബമ്പലപിട്ടിയിലുള്ള ന്യൂ കതിരേശൻ ക്ഷേത്ര സമുച്ചയത്തിൽ ഔബി ഒരു എക്സ്റ്റൻഷൻ കൗണ്ടർ തുറന്നു. 2005 ഔബി ചൈനയിലെ ഗ്വാങ്ഷോവിൽ ഒരു പ്രതിനിധി ഓഫീസ് തുറന്നു. അടുത്ത വർഷം ഔബി മറ്റൊരു പ്രതിനിധി ഓഫീസ് തുറന്നു, ഇത്തവണ ക്വാലാലംപൂരിൽ. 2009 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ ഔബി ഒരു പ്രതിനിധി ഓഫീസ് തുറന്നു. പുതിയ സഹസ്രാബ്ദത്തിൽ അന്താരാഷ്ട്ര വികാസം വീണ്ടും വർദ്ധിച്ചു. 2007 ഔബി ഭാരത് ഓവർസീസ് ബാങ്കിനെ ഏറ്റെടുത്തു. തുടർന്ന് 2009 ഔബി പൂനെ ആസ്ഥാനമായുള്ള ശ്രീ സുവർണ സഹകാരി ബാങ്ക് ഏറ്റെടുത്തു. അത് 1969 സ്ഥാപിതമായി. ബാങ്കിന് പൂനെയിൽ 9 ശാഖകളും മുംബൈയിൽ 2 ശാഖകളും ശ്രീപൂരിൽ 1 ശാഖകളുമുണ്ടായിരുന്നു. 2010 ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ആന്ധ്ര ബാങ്ക് എന്നിവയുടെ സംയുക്ത ഉടമസ്ഥതയിലുള്ള പ്രാദേശികമായി സംയോജിപ്പിച്ച ഒരു ബാങ്കിന് 2010 മലേഷ്യ ഒരു വാണിജ്യ ബാങ്കിംഗ് ലൈസൻസ് നൽകി. ഇന്ത്യ ഇന്റർനാഷണൽ ബാങ്ക്, മലേഷ്യ എന്ന പുതിയ ബാങ്ക് 2012 ക്വാലാലംപൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ ധാരാളം ഇന്ത്യക്കാർ താമസിക്കുന്നു. സംയുക്ത സംരംഭത്തിൽ ആന്ധ്ര ബാങ്കിന് 25% ഓഹരിയുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് 40% ഓഹരിയും ഔബിക്ക് ബാക്കി 35% ഓഹരിയുമുണ്ട്. 2013 ഓഗസ്റ്റ് 31 ശ്രീലങ്കയിലെ കൊളംബോയിൽ ഔബി ഒരു ഓഫ്ഷോർ ബാങ്കിംഗ് യൂണിറ്റ് തുറന്നു. ബമ്പാലപിടിയിലെ നിലവിലുള്ള എക്സ്റ്റൻഷൻ കൗണ്ടർ ഒരു പൂർണ്ണ ശാഖയായി ബാങ്ക് അപ്ഗ്രേഡ് ചെയ്തു. 2024 മാർച്ച് വരെ ഔബിക്ക് രാജ്യത്തുടനീളം 3236 ശാഖകളും 3506 ATMുകളും 6379 ബിസിനസ് കറസ്പോണ്ടന്റുകളുമുണ്ട്.